അലക്സാണ്ടർ ഇന്ത്യ കീഴടക്കി എന്ന് നമ്മൾ പറയും. ലോകം കീഴടക്കിയ ഒട്ടനേകം ഭരണാധികാരികളെ കുറിച്ച് നമ്മൾ ചരിത്രങ്ങളിൽ വായിക്കും. ഇവർ ഒറ്റക്കായിരുന്നു ഈ നേട്ടം, ഈ നേട്ടങ്ങൾ വഹിച്ചത് ഇവർ ഒറ്റക്കായിരുന്നില്ല. അവരുടെ പിറകിൽ ഒട്ടനേകം സൈനികരുണ്ട്. വീരമൃത്യു വരിക്കേണ്ടി വന്ന യുദ്ധങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികരുണ്ട്. ഇവരെ നമ്മൾ ഒരിക്കലും ഹിസ്റ്ററിയിൽ വായിക്കുന്നില്ല. മൃതശരീരം വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വിതുമ്പലോടെ ഈ ശരീരം ഏറ്റുവാങ്ങിയ ഈ സൈനികന്റെ മാതാവുണ്ട്. പാവപ്പെട്ട വിധവയായ മക്കളുണ്ട്, സഹോദരിമാരുണ്ട്. ഇവരെ കുറിച്ച് ഏതെങ്കിലും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നില്ല. ഈ മനുഷ്യരെ കുറിച്ച് പറയാനാണ് യഥാർത്ഥത്തിൽ സാഹിത്യം ശ്രമിക്കേണ്ടത്, സാഹിത്യകാരന്മാർ ശ്രമിക്കേണ്ടത്. അരികവൽക്കരിക്കപ്പെട്ട, ആരാലും പരിഗണിക്കപ്പെടാതെ പോകുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ അഡ്രസ് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ കലയും സാഹിത്യവും വേണ്ടത്. മഹ്മൂദ് ദർവേഷ് എന്ന ഫലസ്തീനിയൻ കവി, അദ്ദേഹം ഇങ്ങനെ മനോഹരമായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്, അഭയാർത്ഥി ക്യാമ്പുകളിൽ ജീവിക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് അഭയാർത്ഥികൾ എന്ന് വിളിക്കാം. അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മനുഷ്യരെ നിങ്ങൾ എന്തു പേരിട്ട് വിളിക്കും? എന്നിട്ട് മഹ്മൂദ് ദർവേഷ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് ജീവിതത്തിൽ അലക്ഷ്യമായി യാത്ര ചെയ്യുന്ന ഈ പാവം മനുഷ്യരെ കണ്ടിരിക്കുന്ന നിങ്ങളെ ഞങ്ങൾ എന്തു പേരിട്ട് വിളിക്കണം? ഇത് ഫലസ്തീനിലെ മാത്രം അനുഭവമല്ല. ഇന്ത്യ രാജ്യത്തെ ഭരണമാറ്റങ്ങൾക്കു ശേഷം ബീഹാറിലും ബംഗാളിലും നമ്മൾ കാണുന്നത് ബുൾഡോസർ രാജുകളാണ്. ഒട്ടനേകം മനുഷ്യർ ഭവനരഹിതരാവുന്നു, തെരുവിലേക്ക് ഇറക്കിവിടുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പട്ടണങ്ങളിലേക്ക് പോയാൽ, രാജ്യത്തിന്റെ ഗ്രാമാന്തരീക്ഷങ്ങളിലേക്ക് പോയാൽ പാവപ്പെട്ട മനുഷ്യൻ നമുക്ക് കാണാം. പുഴുക്കളായി ജീവിക്കുന്ന മനുഷ്യർ. ഡൽഹിയുടെ നഗരങ്ങളിലേക്ക് ചെന്ന് നോക്കുക, മുംബൈയുടെ നഗരങ്ങളിലേക്ക് ചെന്ന് നോക്കുക, പാവപ്പെട്ട മനുഷ്യനെ കാണാം. പുഴുക്കളെ പോലെ ജീവിക്കുന്നവർ, അന്തിയുറങ്ങാൻ വീടില്ലാതെ റോഡ് സൈഡുകളിൽ ജീവിക്കുന്ന മനുഷ്യർ. ഇവരെ കുറിച്ച് സംസാരിക്കാൻ ഏതു ഭരണാധികാരിയാണുള്ളത്? ഇവരെ അഡ്രസ് ചെയ്യാൻ ഏതു സ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരാണുള്ളത്? ഈ മനുഷ്യനെ കുറിച്ച് സംസാരിക്കാനാണ് യഥാർത്ഥത്തിൽ സാഹിത്യം വേണ്ടത്, യഥാർത്ഥത്തിൽ കല വേണ്ടത്.